കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകണമെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. മുസ്ലിം പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് പാലോളി കമ്മിറ്റി രൂപീകരിച്ചത്. ഈ ആനുകൂല്യം ജനസംഖ്യാനുപാതികമായി നൽകണമെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ല എന്നും കമ്മിറ്റി അംഗമായിരുന്ന ഫസൽ ഗഫൂർ പറഞ്ഞു. ഇന്ത്യയിലെ മുസ്ലിം പിന്നോക്കാവസ്ഥ പഠിക്കാൻ രൂപീകരിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചാണ് 2008 അന്നത്തെ ഇടതു സർക്കാർ പാലോളി കമ്മിറ്റി രൂപീകരിച്ചത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പഠിച്ചാണ് അന്ന് റിപ്പോർട്ട് നൽകിയത്. ഇടതു സർക്കാർ മുസ്ലിങ്ങൾക്കായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുകയും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുകയും ചെയ്തു. പിന്നീട് വന്ന UDF സർക്കാരിൻ്റെ കാലത്ത് 2015 ആനുകൂല്യങ്ങളിൽ 20% ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും നൽകാൻ തീരുമാനിച്ചത്. ഇത് പാലോളി കമ്മിറ്റി ശുപാർശയിലില്ലായിരുന്നു. ഇതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നും പാലോളി കമ്മിറ്റി അംഗമായിരുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്നു. 2015 ഇതിലെന്തോ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അന്ന് പാലോളിയായിരുന്നു ന്യൂനപക്ഷ മന്ത്രി, 2015 അലിയാണ് മന്ത്രി. അപ്പോൾ ഇതെങ്ങനെ ഇതിൽ തിരിമറി നടന്നു എന്നുള്ളത് അക്കാലത്ത് നടന്നാണോ അതിനുശേഷം നടന്നാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബേസിക്കലി ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് പറയുന്നത് ശരിയല്ല. ഇത് മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടതാണ്. പാലോളി കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വന്ന പദ്ധതികൾ ജനസംഖ്യാനുപാതികമായി നടപ്പാക്കണമെന്ന് വാദിക്കുന്നത് അംഗീകരിക്കാനാവില്ല. കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണം. ഇപ്പോൾ മുന്നോക്ക സമുദായങ്ങളിൽ പാവപ്പെട്ടവർക്ക് സംവരണമുണ്ട്. അപ്പോൾ അത് കരുതം ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാവസരത്തിലുള്ള ഒരു കേസും ഒരു വിവാദമാണ്. സർക്കാർ ചെയ്യേണ്ടത് കോടതി വിധി പഠിച്ചതിന് ശേഷം സർക്കാർ അതിന് കൗണ്ടർ കൊടുക്കണം, അല്ലെങ്കിൽ അപ്പീലിന് വേണം. ആശയക്കുഴപ്പം പരിഹരിക്കാൻ സർക്കാർ വീണ്ടും ഒരു പഠനം നടത്തുന്നത് ആലോചിക്കണമെന്നും ഫസൽ ഗഫൂർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോഴിക്കോട്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ഇതിൻ്റെ പൊതുവിവരങ്ങൾ മുഹമ്മദ് ഷഹീദാണ് നൽകുക. പക്ഷേ പ്രസാദ്, ഇവിടെ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷം അതേ തുടർന്ന് രൂപീകരിച്ച പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതിൻ്റെ പ്രകാരം നടപ്പാക്കിയ സംഗതികളിൽ ഇപ്പോൾ വരുന്ന മാറ്റം, സ്വാഭാവികമായിട്ടും അതോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നിലപാടറിയാൻ ഏറ്റവും പ്രസക്തമായ ആൾ പാലോളി മുഹമ്മദ് കുട്ടി തന്നെയാണ്. അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? സനീഷ്, പാലോളി ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇത് കഴിഞ്ഞ UDF സർക്കാരാണ് ഇതൊരു ആശയക്കുഴപ്പമുണ്ടാകുന്ന തരത്തിൽ ഇതിനകത്തൊരു മാറ്റം വരുത്തിയത് എന്നുള്ളതാണ്. പാലോളി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ അന്ന് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നീട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഉൾപ്പെടെ നൽകാൻ തീരുമാനം എടുക്കുകയും ചെയ്തത്. പിന്നീട് 80:20 എന്നൊരു ആനുപാതികം ആയി മാറ്റിയത് UDF സർക്കാരാണ്. ഇത് ഈ വിഭാഗങ്ങൾക്കിടയിൽ, സമുദായ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി. അതായത് കൂടുതൽ ആനുകൂല്യങ്ങൾ മുസ്ലിം വിഭാഗം ഏറ്റെടുക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കി. ഇത് സത്യത്തിൽ UDFന്റെ കാലത്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ് എന്നതാണ്. LDF അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മുസ്ലിം വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു സച്ചാർ കമ്മീഷൻ രൂപീകരിക്കുകയും പിന്നീട് പാലോളി കമ്മിറ്റി രൂപീകരിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്തത്. 2015 UDF സർക്കാരാണ് ഇക്കാര്യത്തിൽ മാറ്റം വരുത്തി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ്. അതായത് ഈ ആശയക്കുഴപ്പം മാറ്റാൻ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പാലോളി വ്യക്തമാക്കുന്നത്. ശരി, നന്ദി പ്രസാദ വിവരങ്ങൾക്ക്. ഷഹീദ്, ഇതിപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുക, അതിന് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് പോവുക, ഇതായിരുന്നല്ലോ ഈ സച്ചാർ കമ്മിറ്റിയുടെ തന്നെയും ഉദ്ദേശം. സച്ചാർ കമ്മിറ്റി വരുന്നു, റിപ്പോർട്ട് വരുന്നു, അതേ തുടർന്ന് സംസ്ഥാനങ്ങളിലേക്ക് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളും മറ്റും രൂപീകരിക്കപ്പെടുന്നു. ഇവിടെ പാലോളി മുഹമ്മദ് കുട്ടി വരുന്നു. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വന്ന റിപ്പോർട്ടും അതിന്മേലുള്ള നടപടികളും എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തുന്ന സംഗതിയായിട്ട് മാറിയത് എന്നതല്ലേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുകയല്ലേ ചെയ്യുക. ഇനിയിപ്പോൾ പിന്നോട്ട് പോയാലും അതിൻ്റെ ചർച്ചകളുണ്ടാകും, ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ ആ പ്രശ്നങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെയും ചെറിയ പ്രശ്നങ്ങൾ കേരള സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ് എന്ന് പല സാമൂഹ്യ നിരീക്ഷകരും പറയുന്നുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ എന്താണ്, ഏത് നിലക്കാണിത് കാണേണ്ടത്? സനീഷ്, വിവിധ മുസ്ലിം സംഘടനകൾ, MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അന്നത്തെ പാലോളി കമ്മിറ്റി, ഈ സച്ചാർ കമ്മിറ്റിയുടെ പ്രകാരം പിന്നീട് രൂപീകരിക്കപ്പെട്ട പാലോളി കമ്മിറ്റി ചെയർമാനായിരുന്ന പാലോളിയും അന്നത്തെ മന്ത്രിയായിരുന്ന പാലോളിയും ഇപ്പോൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്
നേരത്തെ സനി സൂചിപ്പിച്ചതുപോലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനെ തുടർന്നാണ് പാലോളി കമ്മിറ്റി രൂപീകരിച്ചത്. ഈ പാലോളി കമ്മിറ്റി 2008 രൂപീകരിച്ചതിന് ശേഷം മുസ്ലിം വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ അതുപോലെ തന്നെ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. അന്ന് അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രമാണുള്ളത്. കാരണം അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ പിന്നീട് വന്ന UDF സർക്കാരിൻ്റെ കാലത്ത് 2011 സ്കോളർഷിപ്പുകളിൽ 20% ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കൂടി നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. 2015 ഇത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത്തരം വിദ്യാഭ്യാസം സംബന്ധമായ സ്ഥാപനങ്ങളിൽ കൂടി 20% സംവരണം 20% ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇങ്ങനെയൊരു മാറ്റം വന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വാദം, അതായത് ഇത് ജനസംഖ്യാനുപാതികമായി ഇത്തരം ആനുകൂല്യങ്ങൾ നൽകണമെന്ന വാദം തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇത് മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രമായി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയും ഒരു ശുപാർശയും അതിൻ്റെ ആനുകൂല്യങ്ങളുമാണ്. ഇത് മറ്റു വിഭാഗത്തിന് നൽകേണ്ടതില്ലായിരുന്നു. അത് ക്രിസ്ത്യൻ വിഭാഗത്തിന് 20% നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നൊരു വാദം പ്രധാനമായും അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഉയരുന്നൊരു ചോദ്യം, ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇതിൽ എന്ത് നിലപാടിന് സ്വീകരിക്കും എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. നമ്മൾ അറിയാൻ സാധിച്ചിടത്തോളം ഇന്നലെ ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലമായി സർക്കാർ നൽകിയത് ഇപ്പോൾ പാലോളിയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ്. അതായത് ഇത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമായി നടപ്പാക്കപ്പെട്ട ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല എന്നൊരു ഇതിനകത്ത് ഷഹീദ്, അങ്ങനെയാണെങ്കിൽ UDF സർക്കാരിന്റെ കാലത്താണ് ഈ മാറ്റം വന്നതെങ്കിൽ UDF സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ അന്തസത്തയെ തന്നെയും തിരുത്തുന്ന ഒരു മാറ്റം വന്നത് എന്നാണ് ഇവരെല്ലാം പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും UDFന് അതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ടതായിട്ട് വരികയില്ലേ? അത് ഏത് നിലക്കുള്ളതായിരിക്കും? അവർക്ക് ഇതിനകത്ത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായി തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ടും നടപടികളും പിന്നീട് ക്രിസ്ത്യൻ സമുദായത്തിന് കൂടെ ഉൾപ്പെടുത്തുന്ന നിലയിലേക്ക് മാറിയത് എങ്ങനെയായിരിക്കും UDF വിശദീകരിക്കുക? UDF എന്തുകൊണ്ടാണ് ആ കാലത്ത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് അവർ പറയുന്നത്? അത് ഇനിയും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ലഭിക്കേണ്ടതാണ്. കാരണം പാലോളി 2011 അന്നത്തെ UDF സർക്കാരിൻ്റെ കാലത്തും പിന്നെ 2011-ലും 2015-ലുമാണ് ഈ 2 മാറ്റങ്ങൾ ഇതിലുണ്ടായത്. അത് രണ്ടും നടന്നത് UDF ഭരണകാലത്താണ്. അന്ന് മഞ്ഞളാംകുഴി അലിയും ആണ് ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി കൈകാര്യം ചെയ്ത വകുപ്പിൽ ഇത്തരത്തിലുള്ള നേരത്തെ LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതിയിൽ മാറ്റം വരുത്തി ഇപ്പോൾ ആശയക്കുഴപ്പത്തിനിടയാക്കിയ സാഹചര്യം ഉണ്ടാക്കിയത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അവർ അക്കാര്യം ഇനിയും വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും അത്തരമൊരു വിശദീകരണം ഇനിയും ലഭ്യമായിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, മറ്റൊരു ചോദ്യം കൂടി ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം സർക്കാർ ഈ വിഷയത്തിൽ ഇനി അപ്പീൽ പോകുമോ എന്നുള്ളൊരു കാര്യം കൂടി വളരെ സുപ്രധാനമാണ്. അത്തരമൊരു ചോദ്യവും ഇപ്പോൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ വിധി ഇടത് സർക്കാരിൻ്റെ തന്നെ തീരുമാനത്തിനെതിരെയുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിരുത്താൻ വേണ്ടി സർക്കാർ അപ്പീൽ പോകുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിൽ സർക്കാരിൻ്റെ നിലപാട് ഇനിയും അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ കാലത്ത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പിൽ ഈ തരത്തിലുള്ള ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് മുസ്ലിം ലീഗും കൃത്യമായ വിശദീകരണം UDF മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും ആ തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ശരി, നന്ദി ഷഹീദ്. ആ വിവരങ്ങൾക്ക് അപ്പോൾ 2 ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും നമുക്ക് വിശദീകരണം ലഭ്യമാകേണ്ടത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, അദ്ദേഹമാണ് ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്നത്. എന്തായിരിക്കും ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ഈ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്? അപ്പീൽ പോകുമോ എന്നത് സംബന്ധിച്ചുള്ള അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, മുസ്ലിം ലീഗ്, പൊതുവിൽ UDF നേതൃത്വം എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിച്ച് പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലോളി കമ്മിറ്റിയുടെ ശുപാർശകളും നടപടികളും, അതിനകത്തേക്ക് മുസ്ലിമേതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് കയറി വരികയും ഇങ്ങനെയുള്ളൊരു വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതും എന്ന് അത്തരം ചോദ്യങ്ങൾക്ക്, ന്യൂനപക്ഷ സംഘടനകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗ് മറുപടി നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ ആ 2 കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അറിയാം.